അധികാരത്തിൽ വന്ന് 3-ാം മാസത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ വി ഡി സതീശൻ്റെ സർക്കാർ. സർക്കാരിനെ വിലയിരുത്താനുള്ള സമയവും ആയിട്ടില്ല. പക്ഷേ ഈ സർക്കാരിനൊരു കുഴപ്പമുണ്ട്. ഈ സോഷ്യൽ മീഡിയയെ ഇവർ വലിയതായിട്ട് ഭയക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ എടുത്ത ചില നടപടികൾ പിന്നീടത് വളരെ ഭംഗിയായിട്ട് തിരിച്ചടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ചിലർക്കെതിരെ നടപടി എടുക്കാനും ഒരു സോഷ്യൽ മീഡിയ ഭയന്നാണോ മടിക്കുന്നതെന്ന് നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടത്. അതുണ്ട്, അങ്ങനെയുണ്ട്. ഇപ്പം നമ്മൾ ഈ സമീപ ഭാവിയിൽ നടന്ന ഒരു 3-4 സംഭവങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഈ ആർ സുഗതൻ എന്ന് പറയുന്ന BJPയുടെ കൗൺസിലർക്ക് സഹായകരമായ രീതിയിൽ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ഡോക്ടർ ചിത്ര അരുണിമ തദ്ദേശ സ്വയംഭരണ അണ്ടർ സെക്രട്ടറിയാണ്, അവരെ സസ്പെൻഡ് ചെയ്തു. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഇതിനൊരു മറുപടി കൊടുത്തു, ഒരു വിശദീകരണം കൊടുത്തു എന്നുള്ളതാണ് അവരുടെ കാര്യം. രണ്ടാമത്തേത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിച്ചിരിക്കുന്നത് വേറൊരു സസ്പെൻഷൻ. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആരാണ്? സവർക്കറിൻ്റെ ഫ്രീഡം ക്വിസിനകത്ത് അങ്ങനെ ഒരു ചോദ്യം ഇട്ടു എന്ന് പറഞ്ഞ് വേറൊരു ഗുരുപ്രസാദ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി വരും. അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി വന്ന് അർജുൻ ആയങ്കിയെ ഓടിച്ചിട്ട് പിടിക്കുന്നു. പിടിച്ചതിന് പിന്നാലെ വ്യാപക പ്രതിഷേധം ഉയരുന്നു. TG മോഹൻദാസ് എന്തുകൊണ്ട് നിങ്ങൾ പിടിക്കുന്നില്ല? ഉടനെ TG മോഹൻദാസിനെ ഇവർ പിടികൂടി കൊണ്ടുപോകുന്നു. ഇത് 2-3 ഇൻസിഡൻറ്റ് മാത്രമാണ്. സത്യത്തിൽ ഇതിൻ്റെ ഉള്ളു കയറി പരിശോധിച്ചാൽ ഇതൊന്നും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. പത്തനംതിട്ട അടൂരിൽ 2 MVD ഉദ്യോഗസ്ഥർ അതിലെ മോഡിഫൈ ചെയ്ത വണ്ടിയുമായിട്ട് വന്ന വണ്ടി പിടിച്ചു. ആ മോഡിഫിക്കേഷന് പിഴയിട്ടു. ഈ വണ്ടി നേരത്തെ പ്രളയ ദുരിതാശ്വാസത്തിന് പോയി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തതാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ MLA വിളിച്ചു പറയുന്നു. ഉടൻ ആ 2 ഉദ്യോഗസ്ഥരെയും ചോദ്യമില്ല, പറച്ചിലുമില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പോഴേ അടുത്ത ഫോൺ കോളിൽ അവർ സസ്പെൻഡ് ചെയ്യും. എന്നാൽ സസ്പെൻഡ് ചെയ്താൽ ഡിസ്മിസ് ചെയ്ത് വീട്ടിലെത്തേണ്ട പല സർക്കാരിൽ എത്രയോ സ്ഥാപനങ്ങളിൽ ഉന്നത പദവിയിൽ. അപ്പോൾ ഇതേ കക്ഷികൾ ഇത്രയും പറഞ്ഞത് നമ്മൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ, പിന്നെ സോഷ്യൽ മീഡിയ പരിശ്രമിച്ചുകൊണ്ട് മാത്രം പണി കിട്ടിയ 2 പേരുണ്ട്. ഒന്ന് നമ്മുടെ അജിത് കുമാർ, MR അജിത് കുമാറും, മറ്റൊന്ന് നമ്മുടെ കശുവണ്ടി കള്ളൻ ചന്ദ്രശേഖരനും. അതൊക്കെ അതിൻ്റെ വഴിക്ക് ന്യായമായിട്ട് പോയതാണ്. പക്ഷേ ഇത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഈ ചിത്ര അരുണിമ എന്ന് പറയുന്ന അവരെന്താണ് ചെയ്തത്? അവരോട് ഇവർ BJPയിലെ ഭരണസമിതി ഒരു നിയമോപദേശം ചോദിക്കുന്നു. അവരാ നിയമോപദേശം ഭരണസമിതി വാങ്ങുന്നു. നിയമോപദേശം വാങ്ങുന്നതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെയാണ് BJP ഭരണസമിതി അത് എടുത്ത് വയ്ക്കുന്നു. അപ്പം വലിയ ഈ സുഗതൻ്റെ വിഷയത്തിൽ വലിയ തർക്കം വരുന്നു. അവിടെ വോട്ടെടുപ്പ് നടക്കുന്നു. വോട്ടെടുപ്പിൽ ഒരു സുഗതന് പകരം ഒരു സ്വതന്ത്ര കൗൺസിലർ BJPക്കൊപ്പം നിൽക്കുന്നതോടെ സുഗതൻ അവധി അനുഭവിച്ചുകൊണ്ടുള്ള നടപടികൾ പൂർത്തിയാക്കുന്നു. അവധി കിട്ടി. കാരണം കൗൺസിൽ തീരുമാനമാണ്, അത് കൊടുക്കാം, ജനാധിപത്യമാണ്. അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ നിയമപ്രകാരം അത് പറ്റും. അപ്പോൾ ആ നിയമോപദേശം ആരാണ് കൊടുത്തത്? ഈ അണ്ടർ സെക്രട്ടറിയാണ് കൊടുത്തത്. അത് മാത്രമല്ല, ഇത് രാജേഷ് ഇതെടുത്ത് നമ്മുടെ മേയർ രാജേഷ് ബഹളം മൂത്തപ്പോൾ ഇതെടുത്ത് കാണിച്ചു. നിങ്ങളുടെ സർക്കാർ തന്നെയാണ് ഇത് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ ഇങ്ങേരെ എടുത്ത് കാണിച്ചു, ശബരിനാഥൻ. അതോടെ ഈ സംഗതി മറ്റവരെ ഏറ്റെടുത്തു. CPM ഏറ്റെടുത്തു. BJP കോൺഗ്രസ് അന്തർധാരയാണെന്ന് ഇതാണെന്ന് പറഞ്ഞ് ഓട്ടനെ അവരെ സസ്പെൻഡ് ചെയ്തു. എന്ത് കാര്യത്തിന്? അവർ ഒരാളോട് ഒരു നിയമോപദേശം ചോദിച്ചാൽ അത് കൊടുത്താൽ അത് എങ്ങനെയാണ്? ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി ഇത് തന്നെയാണ് ഫോളോ ചെയ്തത്. അതെ, അത് തന്നെ ഫോളോ ചെയ്തു. അവരായത് ഏറ്റവും അവസാനം കൊടുത്തത്. അപ്പം ഇത് എവിടെ നിന്ന്, ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് നോക്കി വന്നപ്പോഴാണ് അത് ഇന്നടത്താണ് എന്നുള്ളത് മനസ്സിലായത്. പിന്നെ അടുത്ത കേസ്, ഇത് സോഷ്യൽ മീഡിയ പ്രതിഷേധത്തിന്റെ പുറത്താണ് ഇവർ സസ്പെൻഡ് ചെയ്തത്. അതായത് സൈബർ കമ്പനികളെല്ലാം കൂടെ രംഗത്തിറങ്ങി, എല്ലാവരും കൂടെ ഇറങ്ങി, കോൺഗ്രസ്സുകാരും എല്ലാം ഇറങ്ങി ബഹളമായി ഉടനെ അവർ സസ്പെൻഡ്. അടുത്തതാണ് ഈ സംഭവം ഞാൻ ഈ പറഞ്ഞ ഇന്നലെ കണ്ടാണ് ഇത്. അതെ, ഏതാ ഈ അധ്യാപകൻ ഗുരുപ്രസാദ് എന്ന് പറയുന്ന അധ്യാപകൻ ഫ്രീഡം ക്വിസിൽ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്ന ആൾ VD സവർക്കറാണ്. ശിക്ഷിച്ചത് അദ്ദേഹത്തെ തന്നെയാണ്. അദ്ദേഹത്തെ മാപ്പെഴുതി കൊടുത്ത് പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന അതും ശരിയാണ്. അത് പൊതുമാപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി അന്നും ഉണ്ട്. അതാണ് ഇത്. ഇങ്ങനെ ഒരു ചോദ്യവും ആ ചോദ്യത്തിൻ്റെ ഉത്തരവും ശരിയാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഈ ചോദ്യവും ഈ ഉത്തരവും ശരിയാണെങ്കിൽ എങ്ങനെ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും? അത് ഏത് തരത്തിൽ ഇവർ സസ്പെൻഡ് ചെയ്ത് എന്ത് പറഞ്ഞിട്ടാണ്? ഇത് പണ്ട് തൊടുപുഴയിൽ നമ്മൾ ജോസഫ് സാറിന്റെ അടുത്ത് കാണിച്ചില്ലേ? അത് തന്നെ.
അല്ല വി ഡി സതീശൻ അല്ല വി ഡി സവർക്കർ, അതെ, ഈ വി ഡി സവർക്കർ പിന്നെ ഇങ്ങനെ അല്ലേ വേണ്ട, അയാൾ രാജ്യദ്രോഹിയാണോ, അയാൾ തീവ്രവാദിയാണോ, അയാൾ ഒരുപാട് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത ആളാണ്, സെല്ലാർ ജയിലിൽ കിടന്ന് ഒന്നുമല്ല, ദുരിതാനുഭവം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾ തന്നെയല്ലേ. അതല്ലെങ്കിൽ അദ്ദേഹം ഇനിയിപ്പോൾ ആ ഉത്തരം തെറ്റാണെന്ന് കരുതുക. എന്നാൽ യഥാർത്ഥ ഉത്തരം എന്താണ്? വി ഡി സവർക്കർ അല്ല, വേറെ ആരാ ജയിലിൽ കിടന്നതെന്ന് പറഞ്ഞു. ഈ സവർക്കറെ കുറിച്ച് ഇന്ദിരാഗാന്ധി നടത്തിയ ഒരു പ്രസംഗം, അദ്ദേഹത്തെ കുറിച്ച് വാഴ്ത്തിക്കൊണ്ടുള്ള എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി വെച്ചു. വി ഡി സവർക്കർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഉറപ്പ്. അതാണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് അത് ഒറ്റുകൊടുത്തത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ചോദ്യവും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആര്? ചോദ്യം കറക്റ്റാണേ. അതെ, ഉത്തരം വി ഡി സവർക്കർ അല്ലെങ്കിൽ പറയൂ ആരാണ്, അല്ലേ? വി ഡി സവർക്കർ അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങൾ പറയുന്ന ആൾ ഇപ്പം ഉത്തരം തെറ്റിച്ചു കൊടുത്തെങ്കിൽ ഓക്കെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് സവർക്കർ എന്ന് പറയുന്ന ആൾ ഈ നാട്ടിലെ തീവ്രവാദ നേതാവൊന്നും അല്ല. അതാണ് ഞാനും പറഞ്ഞത്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾ തന്നെയാണ്. അത് ഹിന്ദു സംഘടനയുടെ നേതാവായി പോയതുകൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ അതിന് ഉടനെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ സവർക്കർക്കെതിരെ വന്നു ഉടനെ വന്ന് ഭയങ്കര ബഹളമായി മുസ്ലിം ലീഗ് ഇടപെടുന്നു, അവർ കിടന്ന് ഇതൊക്കെയല്ലേ സത്യത്തിൽ വർഗീയ സ്വാതന്ത്ര്യ സമരം നയിച്ച് കോൺഗ്രസ് മാത്രമല്ല, ഇത്തരത്തിലെ ഹിന്ദു സംഘടനകളും നമ്മുടെ നാട്ടിൽ മുസ്ലിം പ്രസ്ഥാനങ്ങളൊക്കെ നയിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അട്ടിമറിക്കാനും ഒറ്റ കൊടുക്കാനും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ അതാണ് ഇതൊന്നും. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഷയം, സോഷ്യൽ മീഡിയ ഭരുന്നുള്ള സസ്പെൻഷൻ. മറ്റത് നമ്മുടെ ഈ എം വി ഡിയുടെ സസ്പെൻഷൻ ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഈ മറ്റേ രണ്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിച്ചാൽ പോലും എം വി ഡിയുടെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കും? എം വി ഡി എന്തിനാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞ് എം വി ഡിയെ റോഡിൽ ഇറക്കി നിർത്തിയിരിക്കുന്നത്? നിയമലംഘനങ്ങൾ പിടിക്കാനും പിഴ ഈടാക്കാനും വേണ്ടിയാണ്. ഈ നിയമലംഘനങ്ങൾ എന്ന് പറയുന്നത് ചുമ്മാതല്ല. ഇപ്പം ജൻസികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടി വന്ന് ജൻസികളെല്ലാം എന്നെ തെറി വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വാഹനമായിട്ട് റോഡിൽ രാത്രി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവന്മാർക്ക് തെറി വിളിക്കാം. കാരണം ഇവൻ്റെ വണ്ടിയിൽ മഞ്ഞ ലൈറ്റും ചുവന്ന ലൈറ്റും മൾട്ടി കളർ ലൈറ്റും ഉണ്ട്. അവനതുകൊണ്ട് മറ്റുള്ളവൻ്റെ ദുരിതം അറിയില്ല. അയാൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ലൈസൻസ് അല്ല പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ളത്. അതെ, ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏത് പ്രവർത്തനത്തിന് പോയാലും ഒരു വണ്ടിക്ക് ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. അല്ലാതെ ഓഫ് റോഡ് വണ്ടിക്കൊന്നും ഇവിടെ യാതൊരു സാധനവും ഫിറ്റ് ചെയ്യാനുള്ള അനുമതിയില്ല. കേന്ദ്ര സർക്കാർ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്, ഇതിനെല്ലാം ഉള്ള പരമമായ അധികാരമുള്ള കേന്ദ്ര സർക്കാരാണ്. അതിന് മോഡിഫിക്കേഷൻ വരുത്തുക എന്നൊരു സംഭവമേ കേന്ദ്ര സർക്കാരിൻ്റെ ഗതാഗത ചട്ടത്തിൽ അനുവദിച്ചിട്ടില്ല. അത് നിയമവിരുദ്ധമാണ്, തീർത്തും നിയമവിരുദ്ധമാണ്. അതിനകത്ത് ആർക്കും കയറി ഇടപെടാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള വണ്ടിക്ക് കൃത്യമായ രീതിയിലാണ് അവർ പിഴ അടച്ചു വിട്ടത്. ആ ഉദ്യോഗസ്ഥന്മാരെ രണ്ടുപേരെ, ഒരാൾ ജീപ്പിനകത്ത് ഇരുന്നതേ ഉള്ളൂ, ഒരാൾ വെളിയിൽ നിന്ന് ഇത് പരിശോധിച്ച് ഇവന് പിഴ ഇട്ടു. അപ്പോൾ ഉടനെ ഇവർ രണ്ടുപേരും ചോദ്യമില്ല പറച്ചിലുമില്ല, ഇവിടുന്ന് ഒരു ഫോൺ കോൾ പോവാണ്, ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പോയ. എവിടെ ദുരിതാശ്വാസം? അതെ, ചില മാധ്യമങ്ങൾ ഇതിന് വലിയൊരു ഹൈപ്പ് കൊടുത്തു. അയ്യോ ഭയങ്കര ഇരവാദമാണല്ലോ, കഷ്ടം, ഇത്രയും കിടന്ന് ദുരിതാശ്വാസം നടത്താൻ കഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ആ ദുരിതാശ്വാസത്തിൻ്റെ ഇടയിൽ ഈ മോഡിഫൈ ചെയ്ത വണ്ടി കൊണ്ടുവന്നപ്പോൾ അവൻ്റെ പേരിൽ പിഴ ചുമത്തി എന്നുള്ള ഇത് തന്നെയാണ് എല്ലാത്തിലും വാർത്ത വന്നത്. അതിൻ്റെ പുറകെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും തമാശ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം മാധ്യമങ്ങളെല്ലാം തിരിഞ്ഞു. മാധ്യമങ്ങൾക്ക് അന്നും ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തത് മറുനാൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മളത് അന്ന് എം വി ഡിയുടെ അവിടെ വിളിച്ച് അന്വേഷിച്ചു, എന്താണ് ഈ വണ്ടി, ഇതിനകത്ത് ഇവർ നറേഷൻ ഇറക്കി വിട്ടു. ഇത് കെട്ടിവലിച്ചു കൊണ്ടുപോയ അറ്റകുറ്റപ്പണിക്ക് കെട്ടിവലിച്ച് ഒരറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയല്ല, ഒരർത്ഥശങ്കയും ഇല്ലാതെ എം വി ഡി പറഞ്ഞു ഇത് റോഡിലൂടെ ഓടി വന്ന വണ്ടിയാണ്, ഇവരെവിടെ കല്യാണത്തിന് പോയിട്ട് ഇവരെല്ലാവരും ചേർന്ന് വന്ന വണ്ടിയാണ്. അതാണ് പിടിക്കുന്നത്. അതിൽ ഓരോന്നിനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞ 2 ജഡ്ജിമാർ അവർ ചേർന്ന് ഒരു വലിയ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത ഈ ചിത്രങ്ങൾ വരെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് വന്നിരിക്കുന്നത് ഹൈക്കോടതിയുടെ. ഇത്തരം വാഹനങ്ങളെ പിടികൂടി ഇത്ര രൂപ വീതം ഫൈൻ അടയ്ക്കാൻ സുമോട്ടോ എടുത്ത കേസിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ അതും അങ്ങനെ ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദ്യവും ഇല്ല പറച്ചിലും. ഇപ്പോൾ അത് വിഷയമായി. ഉദ്യോഗസ്ഥരെല്ലാം അവരിപ്പം ചട്ടപ്പടി സമരമാണ് എന്ന് പറഞ്ഞാൽ അവർ പരിശോധന നടത്തും, ഒരാൾക്കും പിഴയടിക്കുന്നില്ല, അവർ പിഴയടിക്കാൻ തയ്യാറല്ല, ഗുണദോഷിച്ചു വിടും, അത്രയേ ഉള്ളൂ. അങ്ങനെ അതും സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകളാണ്. അതിൻ്റെ പുറത്ത് അബിൻ ബർക്കി എന്ന് പറയുന്ന എം എൽ എക്കൊക്കെ പരിചയക്കുറവുണ്ട്, അവരൊക്കെ പുതിയ ആൾക്കാരായതുകൊണ്ടുള്ള പരിചയക്കുറവ്. അതിനെ കാണിച്ച് വെറും വൃത്തികേടാണ് എന്ന് പറയാതിരിക്കുന്നത്. അല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ പുതിയ തലമുറ മുതിർന്ന തലമുറയൊക്കെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവരെ തന്നെയാണ്. അതിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുകയും അതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യുക. ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാലും അതിൻ്റെ പേരിൽ ഇങ്ങനത്തെ നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു അബദ്ധമാണ്. അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള ദോഷം വരുത്തിയിരിക്കും ഈ സർക്കാർ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വരുന്നത്. അർജുൻ ആയെങ്കിൽ സർക്കാരിനെ വെല്ലുവിളിച്ചു, ഭയങ്കര നാണക്കേടായി, ബഹളമായി, പ്രശ്നമായി. ഉടനെ അർജുൻ ആയെങ്കിൽ വല വിരിച്ചു പിടിച്ച കുറേ അടുത്ത സോഷ്യൽ മീഡിയയിൽ അടുത്ത ഇത് തുടങ്ങി, പ്രൊപ്പഗൻഡ തുടങ്ങി. എന്തുകൊണ്ട് TG മോഹൻദാസിനെ എന്തുകൊണ്ട് എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറയേണ്ടത്.
അയാളൊരു ഭാവനാ ലോകത്ത് വിരാജിച്ചൊരു കാര്യം പറഞ്ഞു, ഞാനായിരുന്നു പ്രധാനമന്ത്രി എങ്കിൽ, അത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടുത്തെ അന്തം കമ്മി സൈബർ ഹാൻഡിലുകളുടെ വിമർശനം വന്നതോടെ ഉടൻ ഓടിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതായത് ജാമ്യം കിട്ടില്ല. നേരത്തെയൊക്കെ അറസ്റ്റ് ചെയ്യായിരുന്നു. ഈ പ്രായമായ ഒരു മനുഷ്യനെ രാത്രി 1:30-2 മണിക്കാണ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്. അതെ, അതൊക്കെ ഒരു സത്യത്തിൽ ഇതെന്താണ് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്ന അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതെ, പക്ഷേ ഇന്നലെ എന്നോടൊരു MVD ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സുഹൃത്തെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, നിങ്ങളൊക്കെ പിണറായി വിജയനെതിരായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസിനും ഒക്കെ ഉണ്ടായിരുന്നു. MVDയുടെ ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകാത്തതിന് കാരണം ഇതുപോലെ ചോട്ടാ നേതാക്കന്മാർ ഇറങ്ങും. ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയേക്കോ ഹെൽമെറ്റ് ഇല്ലാതെ. ഈ കോൺഗ്രസ്സുകാർ മൊത്തം പിടിക്കുന്നുണ്ട്. ഞാൻ KSUവിൻ്റെ താലൂക്ക് പ്രസിഡന്റാണ്, എന്നെ വിടണം എന്നാ പറയുന്നത്. ഇതേ പരിപാടി നേരത്തെ CPMകാർക്കുണ്ട്. ഇവർ പിടിച്ച് പെറ്റി അടിക്കുന്നുണ്ടെങ്കിൽ അവരെന്തോ പറയുമെന്നറിയോ, ഇപ്പം ലോക്കൽ കമ്മിറ്റി അംഗമാണ്, ഇപ്പോൾ ഇവരെ വിളിച്ച് വരുത്തും. ഉടനെ അവർ ഏരിയ സെക്രട്ടറിയെ വിളിക്കും. ഏരിയ സെക്രട്ടറി ഞങ്ങൾ നോക്കിക്കോളാം, മര്യാദയ്ക്ക് അവിടെ ഇരുന്നുള്ള അമ്മമാരോട് പറയും. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട്. ഇവിടെ അതുമില്ല. അല്ല, അവിടെ വെച്ചാൽ നമ്മൾ CPM എന്തൊക്കെ എതിർക്കുമ്പോഴും അവിടെ ചോദിക്കാനും പറഞ്ഞ ആളുണ്ട്. പിണറായി ഗോവിന്ദനെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് അങ്ങനെയല്ല, വാളെടുത്തവനല്ലേ വെളിച്ചപ്പാടായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം ഈ പാവപ്പെട്ട 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക. അപ്പോൾ എന്താണിത്? സോഷ്യൽ മീഡിയയും ഈ പിടിവിട്ടുപോയ കോൺഗ്രസ്സുകാരും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഇത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ സോഷ്യൽ മീഡിയയെ ഗുരുനാഥനാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അത് വലിയ പണി പിന്നീട് ഈ സോഷ്യൽ മീഡിയ തന്നെ പിന്നീട് നിങ്ങൾ ശിക്ഷകരായി മാറുമെന്നുള്ള കാര്യം പ്രത്യേകം. ഇപ്പം ഗുരുക്കന്മാരായിരിക്കും നാളെ ശിക്ഷിക്കാനും ഇവരിറങ്ങി വരും. ഇതൊരു ശീലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസവും കാണിക്കാം, നമ്മുടെ സർക്കാരെല്ലാം നമ്മൾ ചെയ്യുന്നതിനെല്ലാം അവർ മൂളി തരും എന്നുള്ള ഒരു ധാരണ ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ്.